നിങ്ങളുടെ ജന്മനക്ഷത്രം ചിത്തിരയാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ചിത്തിര നക്ഷത്രക്കാരുടെ സ്വഭാവം, ആരോഗ്യം, ദോഷങ്ങളും അവയുടെ പരിഹാരമാർഗങ്ങളും ഈ വീഡിയോയിൽ വിശദമായി പറഞ്ഞു പോകുന്നതാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രവും ചിത്തിരയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും കമന്റ് ചെയ്യുക. ആകാശഗംഗയുടെ അനന്തമായ നീലിമയിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു വജ്രം പോലെ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് സ്പൈക്ക എന്ന ശാസ്ത്രലോകം വിളിക്കുന്ന നമ്മുടെ ചിത്തിര. ജ്യോതിഷശാസ്ത്രത്തിലെ 27 നക്ഷത്രങ്ങളിൽ 14ാമത്തേത്. എന്നാൽ കേവലം ഒരു ജ്യോതിഷ അടയാളത്തിനപ്പുറം മനുഷ്യൻ ഇനിയും പൂർണ്ണമായും വായിച്ചു തീർക്കാത്ത ഒരു നിഗൂഢ ഗ്രന്ഥമാണ് ചിത്തിര നക്ഷത്രക്കാർ. എന്താണ് ചിത്തിരയെ ഇത്രമേൽ വ്യത്യസ്തമാക്കുന്നത്? എന്തുകൊണ്ടാണ് ലോകം അവരെ നോക്കി അത്ഭുതപ്പെടുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള യാത്ര തുടങ്ങുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപരമായ ഊർജത്തിൽ നിന്നാണ്. ദേവശില്പിയായ വിശ്വകർമാവ് അധിപനായ ഈ നക്ഷത്രം സൃഷ്ടിയുടെയും സൗന്ദര്യത്തിന്റെയും പൂർണ്ണതയുടെയും പ്രതീകമാണ്. ഒരു ശില്പി തന്റെ മനസ്സിലെ ഭാവനയെ കല്ലിൽ കൊത്തിയെടുക്കുന്നത് പോലെ സ്വന്തം ജീവിതത്തെ ഓരോ നിമിഷവും മിനുക്കിയെടുക്കുന്നവരാണ് ഇവർ. ചിത്തിര നക്ഷത്രക്കാരുടെ സവിശേഷതകൾ: ആത്മവിശ്വാസം. പുറമേ നോക്കുന്നവർക്ക് ഇവർ തികഞ്ഞ ആത്മവിശ്വാസമുള്ളവരും എപ്പോഴും പുഞ്ചിരിക്കുന്നവരുമായി തോന്നും. 2 രാശികളിലെ സാന്നിധ്യം. ചിത്തിരയുടെ ആദ്യ പകുതി കന്നി രാശിയിലും രണ്ടാം പകുതി തുലാം രാശിയിലുമാണ്. പ്രായോഗിക ബുദ്ധിയുള്ള കന്നിയും പ്രണയത്തിന്റെയും ബാലൻസിങ്ങിന്റെയും അടയാളമായ തുലാവും ഈ നക്ഷത്രത്തിൽ സംഗമിക്കുന്നു. വിശ്വകർമാവിന്റെ മായ. ശൂന്യതയിൽ നിന്ന് ഒരു സാമ്രാജ്യം പടുത്തുയർത്താൻ ഇവർക്ക് കഴിയും. മറ്റുള്ളവർ കാണാത്തത് കാണാനും ചിന്തിക്കാത്തത് പ്രവർത്തിക്കാനും ഇവർക്ക് പ്രത്യേക ഉൾക്കാഴ്ചയുണ്ട്. ഏകാന്തത. ആൾക്കൂട്ടത്തിനിടയിലും തനിയെയാണെന്ന തോന്നൽ ഇവരെ പലപ്പോഴും പിന്തുടരാറുണ്ട്. സ്വന്തം ചിന്തകളോട് മാത്രം സംസാരിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നു. കണ്ണുകളിലെ തിളക്കം. ചിത്തിര നക്ഷത്രക്കാരുടെ കണ്ണുകൾക്ക് പ്രത്യേക തിളക്കമുണ്ടാകുമെന്നും വാക്കുകളേക്കാൾ വേഗത്തിൽ കണ്ണുകളിലൂടെ സംവദിക്കാൻ ഇവർക്ക് കഴിയുമെന്നും പറയപ്പെടുന്നു. പ്രണയവും തൊഴിലും. പ്രണയത്തിന്റെ കാര്യത്തിൽ ചിത്തിരക്കാർ വളരെ സെലക്റ്റീവാണ്. പങ്കാളി എല്ലാ അർത്ഥത്തിലും പൂർണ്ണനായിരിക്കണം എന്നിവർ ആഗ്രഹിക്കുന്നു. തൊഴിൽ മേഖലകൾ. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാഷൻ ഡിസൈനിംഗ്, കല, നിയമം, ആഭരണ നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ ഇവർ തിളങ്ങുന്നു. പൊതുവായി ജ്യോതിഷ തത്വങ്ങൾ പ്രകാരം ചിത്തിര നക്ഷത്രക്കാരുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുള്ള ചില വശങ്ങൾ താഴെ പറയുന്നവയാണ്. അമിതമായ മാനസിക സമ്മർദ്ദം. എല്ലാം കൃത്യമായി ചെയ്യണം എന്ന വാശിയും സങ്കടങ്ങൾ ഉള്ളിലൊതുക്കുന്ന സ്വഭാവവും ഇവർക്ക് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാറുണ്ട്. ഇത് ഉറക്കമില്ലായ്മയിലേക്കോ തലവേദനയിലേക്കോ നയിക്കാം. ചൊവ്വയുടെ സ്വാധീനം. നക്ഷത്രാധിപൻ ചൊവ്വയായതിനാൽ ഉഷ്ണസംബന്ധമായ അസുഖങ്ങൾ, ഹീറ്റ് റിലേറ്റഡ് ഇഷ്യൂസ്, രക്തസമ്മർദ്ദം, പരിക്കുകൾ എന്നിവയിൽ ഇവർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ. കന്നിരാശിയിൽ വരുന്ന ആദ്യ പകുതിയിൽ ജനിച്ചവർക്ക് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ടെന്ന ജ്യോതിഷം പറയുന്നു. വൃക്ക, മൂത്രവശം. തുലാം രാശിയിൽ വരുന്ന രണ്ടാം പകുതിയിൽ ജനിച്ചവർ വൃക്ക, കിഡ്നി, മൂത്രവശം എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. ശ്രദ്ധിക്കുക, ഇവ പൊതുവായ ജ്യോതിഷ നിഗമനങ്ങൾ മാത്രമാണ്. ശാരീരികമായ അസ്വസ്ഥതകളുണ്ടെങ്കിൽ കൃത്യമായ വൈദ്യപരിശോധന നടത്തുകയാണ് ഏറ്റവും പ്രധാനം. ചിത്തിരക്കാർക്ക് സ്വതവേ നല്ല ഊർജമുള്ളവരാണ്. അതിനാൽ ആ ഊർജത്തെ ശരിയായ രീതിയിൽ തിരിച്ചുവിടണം. മിതമായ വ്യായാമം. കഠിനമായ വ്യായാമത്തെക്കാൾ സൈക്ലിങ്ങോ നീന്തലോ അല്ലെങ്കിൽ നടത്തമോ ഇവർക്ക് കൂടുതൽ ഗുണകരമാണ്. യോഗയും പ്രാണായാമവും. ചിത്തിരക്കാർ സങ്കടങ്ങളും സമ്മർദ്ദങ്ങളും ഉള്ളിലൊതുക്കുന്നവരായതിനാൽ മനസ്സിനെ ശാന്തമാക്കാൻ യോഗയും ശ്വാസവ്യായാമങ്ങളും ശീലിക്കുന്നത് വളരെ നല്ലതാണ്. 3. മാനസിക ആരോഗ്യം. വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ പെർഫെക്ഷനിസം ഇവരിൽ വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കാറുണ്ട്. വിശ്രമം. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കാനുള്ള ഓട്ടത്തിനിടയിൽ കൃത്യമായ വിശ്രമമെടുക്കാൻ മറക്കരുത്. വിനോദങ്ങൾ. കലകളിലും ശില്പവേലകളിലും താൽപ്പര്യമുള്ളവരായതിനാൽ ഇത്തരം ഹോബികൾക്കായി സമയം കണ്ടെത്തുന്നത് മാനസികോന്മേഷം നൽകും. 4. ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ. ഉറക്കം. ചിന്തിച്ചു കൂട്ടുന്ന സ്വഭാവമുള്ളതുകൊണ്ട് ഉറക്കക്കുറവ് അനുഭവപ്പെടാം. രാത്രി കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക. പരിക്കുകൾ. ചൊവ്വയുടെ സ്വാധീനമുള്ളതിനാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും ചെറിയ പരിക്കുകൾ പറ്റാതെ ശ്രദ്ധിക്കണം. പരിഹാരമാർഗങ്ങൾ.
ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ്. ചൊവ്വാഴ്ച വ്രതമനുഷ്ഠിക്കുക, ഹനുമാൻ സ്വാമി, സുബ്രഹ്മണ്യസ്വാമി എന്നിവരെ ഭജിക്കുക. ചുവന്ന പവിഴം ധരിക്കുന്നത് അനുകൂലമാണ്. കന്നിരാശിയിലുള്ളവർ ബുധനെ പ്രീതിപ്പെടുത്താനായി ശ്രീകൃഷ്ണ ഭജനം, വിഷ്ണു സഹസ്രനാമജപം എന്നിവ നടത്തുക. തുലാം രാശിയിലുള്ളവർ മഹാലക്ഷ്മിയെയും ദുർഗയെയും ഭജിക്കുക. രത്നധാരണം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ രത്നം ചുവന്ന പവിഴമാണ്. ഇത് ധരിക്കുന്നത് ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും. സ്വഭാവത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ പെർഫെക്ഷനിസം ഇവരിൽ വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കാറുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കാൻ ശീലിക്കുക. ക്ഷമ വളർത്തിയെടുക്കുക. പെട്ടെന്നുള്ള ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ചിത്തിര നക്ഷത്രമെന്നത് ആകാശത്തിലെ വെറുമൊരു വെളിച്ചമല്ല, അത് സ്വയം എരിഞ്ഞുതീരുന്ന ഒരു ദീപമാണ്. പുറമേ കാണുന്ന കടുപ്പമേറിയ തോടിനുള്ളിൽ അതിമനോഹരമായ ഒരു മുത്തൊളിഞ്ഞിരിപ്പുണ്ട്. ആ മുത്തിനെ തിരിച്ചറിയാൻ സ്നേഹവും ക്ഷമയും നിറഞ്ഞ ഒരു മനസ്സിന് മാത്രമേ സാധിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുമല്ലോ.